യൂത്ത് കോൺഗ്രസിന് ഒരു PC ജോർജിനെ ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ PC ജോർജാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്. നാവെടുത്താൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി. എന്നിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയൻ എന്ന് വിളിക്കുക, ആദരണീയരായ ഗോവിന്ദൻ മാഷെ ഗോവിന്ദൻ എന്ന് വിളിക്കുക, അവൻ എന്ന് വിളിക്കുക, അവരുടെ കുടുംബക്കാരെ കുറിച്ച് അശ്ലീലം പറയുക. ഭയങ്കരം തന്നെ. ഞാൻ കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങേക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഇല്ലാത്തൊരു അന്തസ് അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറയണം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? മനസ്സിലായോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇവിടെ മറ്റേ പണിക്കല്ലല്ലോ വന്നേ. ഞാനിവിടെ പാനലിസ്റ്റ് താങ്കൾ സംസാരിച്ചല്ലോ, ഞാൻ കൂടെ സംസാരിക്കട്ടെ, കേട്ടോളൂ. ഞാനിവിടെ മറ്റേ പണിക്കല്ല വന്നേക്കുന്നേ. ഞാൻ പറയാതെ പ്ലീസ് പ്ലീസ് താങ്കൾ കൊടുക്കട്ടെ സാറേ. ശ്രീ ഷാബു പ്രസാദ്, ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടില്ലേ? എനിക്ക് കിട്ടാനുള്ള മുഴുവൻ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി വേറെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അദ്ദേഹം അത് പിൻവലിക്കോ? അല്ല, അദ്ദേഹം അത് പിൻവലിക്കോ? പറയൂ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് മറുപടി പറയണം. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷുജയ്ക്ക് ശാന്തത. അത് പറയുന്നില്ല. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. എനിക്കതല്ല, തലക്കോളം കിറക്കാൻ ഞാൻ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അല്ല, നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഇത് ഈ വിഷയങ്ങൾ കിട്ടി, പലിശ സഹിതം കിട്ടി. അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ, കേൾക്കൂ, പറയൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പറയൂ ശ്രീ ജ്യോതികുമാർ, പറയൂ. ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം പറഞ്ഞു. അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനെ ഇങ്ങനെ പറയുന്നവരും വിവരം കെട്ടവനും നല്ല വിളിക്കണ്ട, അപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് പറയുന്നു. ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? ഒരു ഡിവൈഎസ്പിക്ക് ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോൺടെക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്, കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നീ. എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ വേവ് നമുക്ക് മനസ്സിലാവും. അത് പിന്നെ എന്താ നമ്മുടെ മാത്യു കുളനാടിനെതിരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. മുഹമ്മദ് ഷിയാസിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ കോടതി ഉണ്ട്. അവിടെയൊക്കെ കോടതി ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അതിജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ അവരെ അങ്ങ് ഡീമോറലൈസ് ചെയ്ത് കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.